കുറഞ്ഞ ചേരുവ കൊണ്ടേ സൂപ്പർ ടേസ്റ്റിൽ ബീഫ് മുളകിട്ടിട്ട് വരട്ടിയതാണ്. മുളക് വെച്ചാൽ വറ്റൽ മുളക് പൊടിച്ച് ചേർത്ത് വരട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കുറഞ്ഞ സാധനം കൊണ്ട് സൂപ്പറായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 1 കിലോ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട്, 3 വലിയ തക്കാളി അരിഞ്ഞത്, 3 വലിയുള്ളി അരിഞ്ഞത്. ഇനി നമുക്കിതിലേക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ടമുളകാണ്, അതായത് വറ്റൽമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ. അതേപോലെ ഒരു 9 അല്ലി വെള്ളുള്ളി നമുക്കിതിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അതിനു മുൻപേ നമുക്കിതിലേക്ക് കറിവേപ്പില വേണം. നല്ലൊരു മണമൊക്കെ നമുക്കിതിലേക്ക് കിട്ടണ്ടേ, അതിനായിട്ട് കറിവേപ്പില ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഒരു 3 തണ്ടോളം കറിവേപ്പില നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അരച്ചെടുക്കരുതേ. ഈ പൊടിച്ചത് നമുക്ക് നേരെ ബീഫിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ ജാറിലോട്ടേക്ക് തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂണോളം മല്ലിപ്പൊടി വേണം. ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്തെടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ളൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഉണങ്ങിയ പുതിനൻ്റെ ഇല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണോളം. ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കണേ. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോഴെന്താ പറയുക, കൈ ശരിക്കും പൊള്ളുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയാലും മതി. എന്നിട്ട് നേരെ കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വിസിലടുപ്പിക്കാം. ഒരു 3-4 വിസിലടുപ്പിക്കുമ്പോഴത്തേന് തന്നെ സംഭവം വെന്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും വറ്റിച്ചെടുക്കണം. വറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് പൊറാട്ടൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ ഒരു രക്ഷയില്ല, ചോറിൻ്റെ കൂടെ കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. ഏറ്റവും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ബീഫ് വരട്ടിയതാണ്. അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ബൈ ബൈ.